സംഘവിരുദ്ധ ഹിന്ദുത്വവിരുദ്ധ രാഷ്ട്രീയം സംസാരിക്കുന്ന കോൺഗ്രസിന്റെ മുന്നണി പോരാളികളിൽ ഒരാളാണ് പ്രിയങ്ക് ഖാർഗെ. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ, കർണാടക ഗ്രാമവികസന പഞ്ചായത്ത് രാജ് മന്ത്രി. ബിജെപിക്കും ആർഎസ്എസിനും ബജ്രംഗ് ദളിനുമെതിരെ എന്നും കടുത്ത നിലപാട് സ്വീകരിക്കുന്ന നേതാവ്. ഇപ്പോഴിതാ ഒരിക്കൽ കൂടി ആർഎസ്എസുമായി പരസ്യയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം. കോൺഗ്രസ് അധികാരമേറ്റാൽ ആർഎസ്എസ് നിരോധിക്കുമെന്നു തന്നെ പറയാൻ സംഘപരിവാർ അടക്കി ഭരിക്കുന്ന ഈ രാജ്യത്തിരുന്നും ധൈര്യം കാണിച്ചിരിക്കുന്നു പ്രിയങ്ക് ഖാർഗെ. എന്താണ് പ്രിയങ്കിന്റെ പുതിയ സംഘപരിവാർ വിമർശനം? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. വർഷം 2023. ഗോവധവും ലവ് ജിഹാദും ഹിജാബുമെല്ലാം ഉയർത്തി ദക്ഷിണ കന്നഡയിൽ ഉൾപ്പെടെ ഹിന്ദുത്വ സംഘങ്ങൾ അഴിഞ്ഞാടുന്ന കാലമാണ്. ബജ്രംഗ് ദളും വിഎച്ച്പിയും ശ്രീരാമസേനയും നിയമം കയ്യിലെടുത്ത് നിരപരാധികളെ വേട്ടയാടുന്ന ഭീതി നിറഞ്ഞ കാലം. അന്ന് അതേ മണ്ണിൽ പച്ചയായ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞായിരുന്നു സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ വമ്പൻ ഭൂരിപക്ഷത്തിന് അധികാരം തിരിച്ചുപിടിക്കുന്നത്. അധികാരമേറ്റിയുടൻ കലബുർഗിയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു പ്രിയങ്ക്. ബലിപെരുന്നാളിന് തൊട്ടു മുൻപായിരുന്നു ആ യോഗം. മേഖലയിലെ സാമൂഹിക അന്തരീക്ഷവും സാമുദായിക സൗഹാർദ്ദവും തകർക്കാൻ ഒരു ശക്തികളെയും അനുവദിക്കരുതെന്ന് പോലീസിന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു അന്ന് അദ്ദേഹം ചെയ്തത്. ബജ്രംഗ് ദളിനും ഗോരക്ഷാ സംഘങ്ങൾക്കുമുള്ളൊരു പരസ്യമായ മുന്നറിയിപ്പായിരുന്നു അത്. ആരെങ്കിലും ഷാളുമുടുത്ത് ഏതോ ദള്ളിന്റെ ആളാണെന്ന് പറഞ്ഞ് നിയമം കയ്യിലെടുത്താൽ ഒന്നും നോക്കേണ്ട, പിടിച്ചകത്തിട്ടോളണമെന്ന് പ്രിയങ്ക് ഖാർഗെ പോലീസിനോട് നിർദ്ദേശിച്ചു. ഏതെങ്കിലും സ്വയം പ്രഖ്യാപിത നേതാക്കൾ സാമുദായിക വിഷയങ്ങളിൽ വിദ്വേഷ വിഷം തുപ്പിയാൽ അവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണം. ഇവിടെ സാമുദായിക ലഹളകൾ അനുവദിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മംഗളൂരുവും ഉടുപ്പിയും ഉൾപ്പെടെ കർണാടകയിൽ ഹിന്ദുത്വ സംഘങ്ങൾ സൃഷ്ടിച്ച ഭയത്തിന്റെ അന്തരീക്ഷം വലിയൊരു പരിധിവരെ ശാന്തമായ കാലമാണ് കടന്നുപോയത്. ഏതെങ്കിലും സാമുദായിക വിഷയം പൊക്കിക്കൊണ്ടുവന്ന് കത്തിക്കാനും വർഗീയ വിഷം തുപ്പാനും സംഘ് നേതാക്കൾ ശ്രമിച്ചപ്പോഴൊക്കെ അതിനെതിരെ ആദ്യം ശബ്ദമുയർത്തി രംഗത്ത് വന്നയാളാണ് പ്രിയങ്ക് ഖാർഗെ. സംഘ് നേതാക്കളോടെല്ലാം അദ്ദേഹം നേർക്കുനേർ ഏറ്റുമുട്ടി. ആ രാഷ്ട്രീയ വ്യക്തതയുടെയും ശൗര്യത്തിന്റെയും തുടർച്ച മാത്രമാണ് പ്രിയങ്കിന്റെ പുതിയ ആർഎസ്എസ് വിരുദ്ധ പരാമർശങ്ങൾ. കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആർഎസ്എസിനെ നിരോധിക്കുമെന്നും ഇഡി, ആദായ നികുതി വകുപ്പ് തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ച് അവരുടെ ആസ്ഥാനത്ത് റെയ്ഡ് നടത്തുമെന്നുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആർഎസ്എസ് ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് ചെലവായ 300 കോടി രൂപയുടെ ഉറവിടം ചോദ്യം ചെയ്താണ് പ്രിയങ്കിന്റെ പരാമർശങ്ങൾ. ഭരണഘടനാ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ നീക്കം ചെയ്യണമെന്ന ആർഎസ്എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹസുബലയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു പ്രിയങ്ക് ഖാർഗെ. ഭരണഘടനയ്ക്കും സമത്വത്തിനും സാമ്പത്തിക നീതിക്കുമെതിരായ നിലപാടാണ് സംഘപരിവാർ എന്നും സ്വീകരിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. ആർഎസ്എസ് ക്യാൻസർ പോലെയാണ്. അതിനുള്ള ഏക ചികിത്സ ഭരണഘടനയാണ്. അവർ എല്ലായ്പ്പോഴും ഭരണഘടന തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രം, ഒരു മതം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ആർഎസ്എസും ബിജെപിയുമാണ്. 400 സീറ്റുകൾ നേടിയാൽ ഭരണഘടന മാറ്റുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുന്ന, മതത്തിന്റെ അടിസ്ഥാനത്തിൽ സമുദായങ്ങളെ തമ്മിലടുപ്പിക്കുന്ന, ഭരണഘടനാ തത്വങ്ങളെ വെല്ലുവിളിക്കുന്ന ഇത്തരം സംഘങ്ങൾക്കെതിരെ അധികാരം ലഭിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ജാതി, വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ച് രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് തുരങ്കം വയ്ക്കുന്നവരെയെല്ലാം രാജ്യദ്രോഹികളാണെന്ന് അംബേദ്കർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു രാഷ്ട്രം, ഒരു മതം പറഞ്ഞ് വിഭജനത്തിന്റെ ഫലം കൊയ്യുന്നത് ആരാണ്? ബിജെപിയും ആർഎസ്എസുമാണ്. സ്വന്തം ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്താൻ എന്തുകൊണ്ട് അവർക്ക് 52 വർഷം കാത്തിരിക്കേണ്ടി വന്നു? ദണ്ഡി മാർച്ചിലോ വട്ടമേശ സമ്മേളനത്തിലോ ഉപ്പു സത്യാഗ്രഹത്തിലോ ഒക്കെ അവർ പങ്കെടുത്തിട്ടുണ്ടോ? പ്രിയങ്ക് ഖാർഗെ സംഘപരിവാറിനെതിരെ ചോദ്യശരങ്ങളെയ്തു. തുടക്കം തൊട്ടേ ഇന്ത്യൻ ഭരണഘടനയെ എതിർക്കുന്നവരാണ് ആർഎസ്എസ് എന്നും അദ്ദേഹം വിമർശിച്ചു. ഓർഗനൈസറിന്റെ 1950 എഡിറ്റോറിയലിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. മനുസ്മൃതിയാണ് അവരുടെ ഭരണഘടന. ബ്രിട്ടീഷ് സൈന്യത്തോടൊപ്പം ചേർന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെതിരെ യുദ്ധം ചെയ്യാൻ ഇന്ത്യക്കാരോട് ആഹ്വാനം ചെയ്തയാളാണ് വി.ഡി. സവർക്കർ. എന്തുകൊണ്ടാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ സമർപ്പിച്ചത്? എന്തുകൊണ്ട് അവരുടെ പെൻഷൻ സ്വീകരിച്ചുവെന്നും പ്രസംഗത്തിൽ കലബുർഗിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രിയങ്ക് ഖാർഗെ ചോദിക്കുന്നുണ്ട്. ബിജെപി നേതാക്കൾ പ്രിയങ്കിന്റെ പരാമർശങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. അർത്ഥശൂന്യമായ പരാമർശങ്ങൾ നടത്തിയ പ്രിയങ്ക് രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് മുൻ മുഖ്യമന്ത്രി ബി.എസ്. യെദ്യൂരപ്പ ആവശ്യപ്പെട്ടു.
കർണാടകയിലെ മുതിർന്ന BJP നേതാവും MLA-യുമായ ശ്രീവത്സ വാർത്തകളിൽ ഇടം നേടാനുള്ള വില കുറഞ്ഞ തന്ത്രമാണെന്ന് പറഞ്ഞ് പ്രിയങ്കിന്റെ പരാമർശങ്ങളെ തള്ളിക്കളയുകയാണ് ചെയ്തത്.